ഒരു ആക്ഷൻ പാക്ഡ് സ്പൈ ത്രില്ലർ എന്ന ആ ഒരു ജേണറിൽ വരുന്ന ഒരു മൂവിയാണ് ദുരന്തർ എന്നാണ് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ ഉറപ്പിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആദിത്യ ദത്താണ്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ആദ്യത്തെ മൂവി ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. ആ ഒരു സിനിമയുടെ ക്വാളിറ്റി കണ്ട എല്ലാവർക്കും തന്നെ അറിയാം. സോ അദ്ദേഹത്തിൻ്റെ അടുത്ത ഡയറക്ഷനാണ് ദുരന്തർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. സോ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജ്യോതി ദേശ്പാണ്ഡെയും അതുപോലെ തന്നെ ലോകേഷ് ദറും കൂടിയാണ്. സോ ഒരു സിനിമ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 2000 മിഡിൽ നടന്ന ആ ഒരു അണ്ടർ കവർ ഇൻ്റലിജൻസ് ഈവൻറ്റ്സ് ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്, ഇൻസ്പയർഡ് ബൈ ഇൻക്രെഡിബിൾ ട്രൂ ഈവൻറ്റ്സ് എന്നുള്ളത്. സോ അങ്ങനെ നടക്കുന്ന കുറേ സംഭവങ്ങൾ മിഡ് 2000-ൽ നടന്ന പാകിസ്ഥാൻ ടെററിസവും അതിനെതിരെയുള്ള സംഭവങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു സ്പൈ ത്രില്ലർ, എസ്പിയോണേജ്, ആ ഒരു സംഭവങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ട്രെയിലറാണ്. അതിൻ്റെ കൂടെ തന്നെ ഗ്രിറ്റി ആയിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസും കാണിക്കണം. അതുകൊണ്ട് തന്നെ വയലൻസ് അത്യാവശ്യം നല്ല രീതിയിൽ കൂടുതലാണ് ഈ ഒരു മൂവിയിൽ. സോ ഒരു മൂവിയുടെ ഒരു മാർക്കറ്റിംഗ് സ്റ്റൈൽ നോക്കിയാൽ തന്നെ ജൂലൈ 6 രൺവീർ സിംഗിൻ്റെ ബർത്ത്ഡേ അന്നാണ് ഇതിൻ്റെ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നത്. സോ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കൂടി തന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ടീസറും കൂടി വന്നപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു ഹൈപ്പ് വളരെ നല്ല രീതിയിൽ കൂടുമായിരുന്നു. സോ അങ്ങനെ ഈ ഒരു മൂവി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്നും ആ ഒരു സ്റ്റൈലിഷ് ആണെന്നും ആ ഒരു സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഇതിലെ ഡയലോഗ്സ് ആണെങ്കിലും ഓരോ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന രീതി, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, രൺവീർ സിംഗ്, സോ അങ്ങനെ പല ക്യാരക്ടേഴ്സും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന രീതിയും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണെന്നും ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറാണ്. ഇതിപ്പോൾ അതിൽ വരുന്ന ഡയലോഗ്സ് ആണെങ്കിലും ആ ഒരു ട്രെയിലറിൻ്റെ എൻ്റെ മേക്കിംഗ് ആണെങ്കിലും ആ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിലും, സോ ഓരോ ഡയലോഗ്സിൽ കൂടി ആ ടെററിസത്തിൻ്റെ എഫക്റ്റ് പറയുന്ന സംഭവങ്ങളാണെങ്കിലും എല്ലാം തന്നെ അത്യാവശ്യം വർക്കൗട്ട് ആവുന്ന ഒരു ട്രെയിലറാണ് ദുരന്തറിൻ്റെ. ഡിസംബർ 5-നാണ് ദുരന്തർ റിലീസാവുന്നത്.